നമസ്കാരം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാ. ഏത് ഫുഡ് കഴിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ജനിച്ച് വളർന്ന സമയത്തുള്ള ബുക്സും ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മൾ കണ്ടു വളർന്നത് എന്തുവാ, ഈ ഫ്രൂട്ട് കഴിച്ചാൽ ഈ വിറ്റാമിൻ എ, ബി, സി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും. ആഹ് ഇറച്ചി, മീൻ, മുട്ട ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻസ് കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു വളർന്ന് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് ഫുഡ് കഴിക്കണം, ഏതാ നല്ലത്, ഏതാ ചീത്ത മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്, ഫോർ എക്സാമ്പിൾ ബീട്രൂട്ട് എടുത്ത് തന്നോ. അഡ്വാൻറ്റേജ് ഓഫ് ബീട്രൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതേപോലെ യൂട്യൂബിൽ ആരെങ്കിലും ബീട്രൂട്ടിനെ കുറിച്ച് ഭയങ്കര പൊക്കി പറയുന്നത് നമുക്ക് കാണാം. അതേപോലെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിലും ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ബീട്രൂട്ടിൻ്റെ പ്രശ്നങ്ങൾ, അത് കഴിച്ചാൽ വരുന്ന ഹെൽത്ത് പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയും. ഡോക്ടേഴ്സ് എടുത്താലും ഓരോ ആൾക്കാർ, ഓരോ ഡോക്ടേഴ്സും ഇന്ന ഇന്ന ഫ്രൂട്ട് കഴിക്കണം, ഇന്ന ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ തമ്മിൽ അടിയാണ്. വെജിറ്റേറിയൻസ് പറയും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അപ്രോച്ച് വെജിറ്റേറിയൻ ഫുഡ്സ് ആണ്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസ് പറയും നമ്മൾ കേവ് മാൻസ് ഡയറ്റ്, പാലിയോ ഡയറ്റ് എന്ന് പറയും. ആ ഡയറ്റാണ് പണ്ടത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത്. അന്ന് വെജിറ്റബിൾസോ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും അല്ല കഴിച്ചിരുന്നത്. ഹണ്ട് ചെയ്തിട്ട് 6 മണി കഴിഞ്ഞ് ഹണ്ട് ചെയ്തിട്ട് ആ ഹണ്ട് ചെയ്ത സാധനം നമ്മൾ കത്തിച്ച് അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറയും. സോ ഇങ്ങനെ വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് തമ്മിലും ഒരു അടി നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് വെജിറ്റേറിയൻ, എന്താ നോൺ വെജിറ്റേറിയൻ, ആകെ കൺഫ്യൂഷനാണ്. വെജിറ്റേറിയൻസ് ഇനി ഒരു കാര്യം കൂടെ പറയും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, അതായത് കർമ്മ. വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ നമുക്ക് കർമ്മ കിട്ടത്തില്ല, നോൺ വെജ് ഫുഡ് കഴിച്ചാൽ കർമ്മ കിട്ടും. ലൈക്ക് നമ്മളൊരു മൃഗത്തിനെ കൊന്നാണ് കഴിക്കുന്നത്, സോ അതുകൊണ്ട് അതിൻ്റെ കർമ്മ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ നോൺ വെജുകാർ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളിപ്പോൾ പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൊന്നാണ് കഴിക്കുന്നത്. ബട്ട് അവർ വെജിറ്റേറിയൻസ് ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വെജിറ്റബിൾ, അതായത് അതിന് ജീവൻ നമ്മൾ കൊന്ന് കളഞ്ഞാൽ പോലും, അതിനെ കഴിച്ചാൽ പോലും അതിന് നെർവസ് സിസ്റ്റം ഇല്ല. അതായത് ഇൻസെൻറ്റിനി അങ്ങനെ എന്തോ പറയും, അതിൻ്റെ വേർഡ് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. സോ നെർവസ് സിസ്റ്റം ഇല്ല പ്ലാന്റ്സിന് ബേസിക്കലി. സോ അതുകൊണ്ട് ആ പ്ലാന്റ്സിന് നമ്മൾ കൊന്നാലും അതിന് പെയിൻ അറിയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് കർമ്മ കിട്ടത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എതിരാണ് ഞാൻ ഇതിൽ. കാരണം പ്ലാന്റ്സ് കഴിച്ചാലും പെയിൻ ഇല്ലെങ്കിലും എന്താ, നമ്മൾ ഒരു ജീവനെ കൊല്ലുമല്ലയോ, അതിനെ ഇല്ലാതാക്കുമല്ലയോ. സോ സ്റ്റിൽ അതിൻ്റെ കർമ്മ നമുക്ക് കിട്ടും. സോ ഈ വെജ് നോൺ വെജ് ഇപ്പോഴും ഏതാണ് വെജ് ഏതാണ് നോൺ വെജ് എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം തിരുവണ്ണാമല എന്നൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ പോയ സമയത്ത് ഈ ഒരു സിദ്ധറുണ്ടായിരുന്നു. ഈ അവിടെയൊക്കെ തപസ്സിരിക്കും ആൾക്കാർ. സോ ആ സിദ്ധൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സ്വാമി, സോ ഇത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിക്കുന്നത്, എങ്ങനെയാണ് വെജിനെ നോൺ വെജ് നമ്മൾ തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലാന്റിനെ നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും അത് നമുക്ക് കഴിക്കാൻ വേണ്ടി തരുന്നത് അത് നമുക്ക് കഴിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ റൂട്ടിൽ ഉണ്ടാകുന്ന ബീട്രൂട്ട്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ വേരോടെ എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ, അത് കർമ്മ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ് ഒക്കെ കിട്ടേണ്ട ചില വിറ്റാമിൻസ് ഒക്കെ, ഇപ്പോൾ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഇതിനൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതും കഴിക്കാൻ പാടില്ലേ? കർമ്മ എന്നുള്ള ഒറ്റ പേരിൽ കൊണ്ട് നമ്മളത് കഴിക്കാൻ പാടില്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു. ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഒരു മെഡിറ്റേഷനിലും പിന്നെ ഞാൻ ഒരുപാട് റിസർച്ച് നടത്തി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. സോ പണ്ടത്തെ കാലത്ത് ഈ വെജ് നോൺ വെജ് എന്നുള്ളൊരു കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു, അങ്ങനെ റിസർച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയത്, ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും ലൈക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ എന്താ, ശരിക്കും പറഞ്ഞാൽ എല്ലാം നോൺ വെജാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ കഴിക്കുന്ന എല്ലാം നോൺ വെജാണ്. ഈവൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ തന്നാൽ പോലും അത് നമുക്ക് വേരിൽ ഇല്ലാത്ത ഫ്രൂട്ട്സ് ആയാൽ പോലും നമ്മളത് പറിച്ച് കഴിക്കില്ലയോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു വിരൽ വെട്ടി കഴിക്കുന്ന പോലെയല്ലേ, അല്ലേ? സോ അവിടെയും പ്രശ്നമാണ്, കർമ്മയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാൽ, ഈ വെജ് നോൺ വെജ് തമ്മിൽ ഡിഫറൻസ് ഒരു സംഭവം ഇല്ല, കൺസെപ്റ്റ് ഇല്ല. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് വെജിറ്റേറിയൻ. ഒരാൾ
ഫുഡ് മാക്സിമം ഫുഡ് കഴിക്കാതിരിക്കുന്ന ആൾക്കാർ വെജിറ്റേറിയനും 3 നേരവും ഫുഡ് കഴിക്കുന്നവർ നോൺ വെജിറ്റേറിയൻ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. അപ്പോൾ സ്റ്റിൽ നോൺ വെജ് ആണോ ഹെൽത്തി, വെജ് ആണോ ഹെൽത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30% നോൺ വെജും 70% വെജും. ദാറ്റ് മീൻസ് നമ്മൾ 70% ഫുഡ് കഴിക്കാതിരിക്കുക, 30% ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യം. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫുഡ് കഴിക്കാതിരിക്കുക, വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പേരാണ് ഫാസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ ഫാസ്റ്റ് ചെയ്യണം, പട്ടിണി കിടക്കണം. നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, നമുക്ക് കിട്ടേണ്ട ആഹാരങ്ങൾ, ആ കഴിക്കുന്ന ഒരു ക്ലോക്ക്, ഒരു പീരീഡുണ്ട്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 8-16 ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് കഴിക്കും. ആ വിൻഡോ, ഓക്കെ, ആ 8 hours വിൻഡോയിൽ ആവശ്യമുള്ള എല്ലാം കഴിക്കും, 16 hours ഫാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ 8 hours വിൻഡോയിൽ നമ്മൾ കഴിക്കുന്ന കാര്യം നല്ല വിറ്റാമിൻസും പ്രോട്ടീൻസും കിട്ടുന്ന കാര്യങ്ങൾ കഴിക്കണം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കണം. ഓക്കെ, സോ ഇപ്പോൾ വെജിറ്റേറിയൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെജിറ്റേറിയൻസ് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വെജിറ്റേറിയൻ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഫുള്ള് വ്രതം എടുത്ത് ഒരു ദിവസം ഫുള്ള് നമ്മൾ 24 hours പട്ടിണി കിടക്കുവാണെങ്കിൽ ആ ഫാസ്റ്റിങ്ങിനെ നമ്മൾ വെജിറ്റേറിയൻസ് എന്ന് പറയാം. സോ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ വെജിറ്റബിൾസും ഇത് മാത്രം കഴിച്ചിട്ട് നോൺ വെജ് മാത്രം കഴിക്കാതിരുന്നാൽ അപ്പോൾ നമുക്ക് ഹെൽത്ത് പ്രശ്നം വരും. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓരോ പ്ലേസ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഡെസേർട്ടിൽ പോയി വെജിറ്റേറിയൻസ് ആയിരിക്കും നമ്മൾ കാണാൻ പറ്റുമോ? കാണത്തില്ല. കാരണം അവിടെ എല്ലാം നോൺ വെജ് ആയിരിക്കും. കാരണം അവിടെ വെജിറ്റബിൾസ് ഒന്നും വരുന്ന ഒരു അഗ്രികൾച്ചർ അങ്ങനത്തെ ഒരു പ്ലേസ് അല്ല. അപ്പോൾ ഓരോ പ്ലേസ് അനുസരിച്ചായിരിക്കും ഈ ഹ്യൂമൻസ് ഫുഡിൻ്റെ കൾച്ചർ അഡോപ്റ്റ് ആയത്. സോ അതുകൊണ്ട് നമ്മൾ ഓരോ പ്ലേസ് അനുസരിച്ചായിരിക്കും ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. സോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാസ്റ്റിംഗ്. ഓക്കെ, ഈ തമിഴിലൊരു വാക്കുണ്ട്, ഒരു വേളை ഉൺപവൻ യോഗി, 2 വേളை ഉൺപവൻ ഭോഗി, 3 വേളை ഉൺപവൻ രോഗി എന്ന് പറഞ്ഞിട്ട്. അതായത് 3 നേരം ഫുഡ് കഴിക്കുന്നവൻ രോഗിയാവും, 2 നേരം ഫുഡ് കഴിക്കുന്നവൻ ഹെൽത്തി ആയിരിക്കും, 1 നേരം ഫുഡ് കഴിക്കുന്നവൻ സിദ്ധനായിരിക്കും. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. സോ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എപ്പോഴും. നമ്മൾ 1 നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് അത്രയ്ക്കും ശരീരത്തിന് ഹെൽത്തിയാണ്. 2 നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ്. 3 നേരം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് രോഗം വരും. സോ ഇതെപ്പോഴും മനസ്സിലാക്കുക. സോ ഇപ്പം നിങ്ങൾക്ക് വെജ് ആൻഡ് നോൺ വെജ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. സോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഹെൽത്തിൻ്റെ കുറിച്ചും പിന്നെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.